ഇതുവരെയായിട്ടും എന്ന് പറഞ്ഞാൽ ഒരു 80% ആൾക്കാർ ഇത് കൂടി നടക്കാൻ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ആദ്യമായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് ഗൈസ്? സോയിൽ മിക്സ്. മച്ചന്മാരെ, നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഗ്രോ ബാഗ് നിറയ്ക്കാൻ അറിയാമോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീട്ടിൽ ഒരു 50% ആൾക്കാർക്കും ശരിയായ രീതിയിൽ എങ്ങനെ ഗ്രോ ബാഗ് ഇറക്കണം അറിയത്തില്ല. അപ്പൊ ഈ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പായി എനിക്ക് ഒരാളെയും കൂടെ ഈ വീട്ടിലേക്ക് ക്ഷണിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ സ്വന്തം അനിയനാണ്. ഇപ്പൊ ഇനി മുതൽ എല്ലാ വീഡിയോയിലും നമ്മുടെ അനിയൻ കാണും. അപ്പൊ ജോസൂട്ടി വാ. അപ്പൊ നമ്മൾ ഇനി മുതൽ എല്ലാ വീഡിയോയിലും നമ്മുടെ ജോസൂട്ടിയും കൂടെ നമ്മുടെ വീഡിയോ. അപ്പൊ ഗൈസ്, നമ്മുടെ ജോസൂട്ടിയും നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ജോസൂട്ടി, നമ്മൾ ഇന്ന് എന്നാ ചെയ്യാൻ പോകുന്നു? ഗ്രോ ബാഗ് നിറയ്ക്കാൻ പോകും. അതെ ഗൈസ്, ഇന്ന് നമ്മൾ 2 രീതിയിൽ ഗ്രോ ബാഗ് നിറയ്ക്കാൻ പോവാണ് മച്ചാന്മാരെ. അപ്പൊ നമുക്ക് ഈ നമ്മുടെ ആദ്യത്തെ പണി എന്താണ് മച്ചാന്മാരെ? നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താണ് മച്ചാനെ പറയൂ? സോയിൽ മിക്സ്. ഓക്കെ, സോയിൽ മിക്സ് തയ്യാറാക്കാനല്ല നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പൊ നമുക്ക് നേരെ സോയിൽ മിക്സ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം മച്ചാന്മാരെ. നോക്കാം ഗൈസ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് ഗൈസ്? സോയിൽ മിക്സ്. ഓക്കെ, സോയിൽ മിക്സ് തയ്യാറാക്കണം ഗൈസ്. അപ്പോഴത്തേക്ക് നമുക്ക് സോയിൽ മിക്സിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമെന്ന് നോക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് മണ്ണാണ്. ഞാൻ മാത്രമേ ഉള്ളൂ എടുത്ത് തരാൻ ഗൈസ്, വേറെ ആരും. അപ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് നമ്മുടെ ചാണകപ്പൊടിയാണ്. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ്, അതുപോലെ തന്നെ ചകിരിച്ചോറും ഉള്ള മിക്സ് ആണ്. അപ്പൊ ഇനി നമുക്ക് അവസാനമായി ഒരു സാധനം ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് മണലും വേണം. അപ്പോഴത്തേക്ക് നമ്മൾ ഈ 3-4 സാധനങ്ങളാണ് നമുക്ക് എന്തിനാവശ്യമുള്ളത്? സോയിൽ മിക്സ് തയ്യാറാക്കാൻ ആവശ്യമുള്ളതാണ് ഗൈസ്. അപ്പൊ ഗൈസ്, ഇത്രയും സാധനം നമുക്ക് സോയിൽ മിക്സ് തയ്യാറാക്കാൻ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഈ തൽക്കാലത്തിന് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ പറ്റൂ മച്ചാന്മാരെ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഇട്ട് വെക്കാൻ ഒരു സാധനം വേണം, അല്ലെങ്കിൽ കൊട്ട വേണം. അപ്പോഴത്തേക്ക് നമ്മുടെ മച്ചാനെ നമ്മുടെ കൊട്ടയും കിട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ കൊട്ട എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സോയിൽ മിക്സ് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പൊ ഗൈസ്, നമുക്ക് ആദ്യമായിട്ട് മണ്ണ് വേണം. അതെ ഗൈസ്, അപ്പൊ നമുക്ക് ആദ്യം തന്നെ സോയിൽ മിക്സ് ആണ് വേണ്ടത്. പക്ഷേ ആദ്യം സോയിൽ മിക്സ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് എന്താണ് വേണ്ടത്? സോയിൽ തന്നെയാണ് വേണ്ടത്, അല്ലെങ്കിൽ മണ്ണാണ് വേണ്ടത്. മണ്ണ് കമത്തിക്കോ. യെസ്, അപ്പോഴത്തേക്ക് നമ്മുടെ ആദ്യം നമ്മുടെ മണ്ണ് ചാടി വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചാണകപ്പൊടിയാണ് വേണ്ടത്. അപ്പോഴത്തേക്ക് ചാണകപ്പൊടി കമത്തിക്കോ. അത് തന്നെ. അപ്പോഴത്തേക്ക് നമ്മുടെ ചാണകപ്പൊടി അത്ര ഗൈസ് എനിക്ക് കാണിക്കാൻ പറ്റില്ല, ഞാൻ ക്യാമറ കൊണ്ട് ഗൈസ്. ഇത് നോക്കി, നമ്മുടെ ചാണകപ്പൊടി ഇട്ടപ്പോൾ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ മണ്ടിയാണ്. അപ്പൊ ഇത് നമുക്ക് നെക്സ്റ്റ് സാധനം ഇടാം. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് സോയിലും അതുപോലെ തന്നെ അല്ല മണ്ണും, നമ്മൾ മലയാളികളാണ്ട് മലയാളം തന്നെ വേണം. അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തന്നെ ഇതിനകത്ത് മണ്ണും അതുപോലെ ചാണകപ്പൊടി ഇട്ടുണ്ട്. ഇത് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ്, അതുപോലെ തന്നെ ഇത് നമ്മുടെ കൊക്കോ പീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചകിരി ചോറിന്റെ മിക്സ് ആണ്. അതുകൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊട്ട പകുതിയായി. അവസാനമായി നമ്മുടെ എന്താ മണലും വേണം. അപ്പോൾ നമ്മുടെ മണൽ കമത്തിക്കോ. മണൽ മുഴുവൻ ഇടണമെന്ന് തോന്നുന്നു. അവിടെ മുഴുവൻ മണലും കമത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ 4 മിക്സർ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അങ്ങ് ഇട്ടിട്ടുണ്ട് മച്ചാന്മാരെ. അപ്പോഴത്തേക്ക് നമ്മുടെ സോയിൽ മിക്സിന്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോഴത്തേക്ക് നമ്മുടെ മണ്ണ് 40% വേണം. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിര കമ്പോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ചകിരി ചോറുകൊണ്ടുള്ള മിക്സ് നമുക്ക് 20% വേണം. ചാണകപ്പൊടിയും 20% വേണം. ബാക്കിയുള്ള 20% നമ്മുടെ മണൽ വിടണം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ അടുത്ത വീടിനെ മിക്സ് ചെയ്യണം. ഈ കൈ വെച്ച് മിക്സ് ചെയ്താൽ നമ്മൾ ആയതുകൊണ്ട് നമ്മൾ ഈ കൈ വെച്ച് നമ്മൾ മിക്സ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമുക്ക് കയ്യറ വേണം. അപ്പോൾ കയ്യറ എടുത്തിട്ട് വരാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഗ്ലൗ ആയിട്ട് വന്നിട്ടുണ്ട്. 4 ഗ്ലൗ ഉണ്ട്. അപ്പോൾ നമുക്ക് ജോസൂട്ടിക്ക് നമ്മൾ 2 ഗ്ലൗ കൊടുക്കാം. നാളെ ജോസൂട്ടി നിനക്കുള്ള ഗ്ലൗ, നിനക്കുള്ള ഗ്ലൗ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഈ ഗ്ലൗ ഒന്നും ധരിക്കട്ടെ, കുറച്ച് നേരം എടുക്കുവേ. അപ്പൊ ഗൈസ് ഞാൻ ഇട്ട് കഴിഞ്ഞു. എന്റെ ചേട്ടാ ഇതുവരെ ഇട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. കുറെ നേരത്തെ കാത്തിരിപ്പ് ശേഷത്തെ ഞങ്ങൾ 2 പേരും നമ്മുടെ ഗ്ലൗ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് എന്ത് ചെയ്യണം? കുഴക്കണം വെച്ചാണേ. നോക്കി. അപ്പൊ നമ്മൾ മിക്സ് നമ്മൾ ഒന്നടം കുഴച്ചെടുക്കുകയാണ്. അതെ, നമുക്കിനി ഇത് എന്ത് ചെയ്യണം? കുഴക്കണം വെച്ചാണേ. നോക്കി. അപ്പൊ നമ്മൾ മിക്സ് നമ്മൾ ഒന്നടം കുഴച്ചെടുക്കുകയാണ്. നമ്മൾ ഇടയ്ക്കാണ് തിന്നാനൊക്കെ കൊടുത്തോ, ഇഷ്ടപ്പെട്ടിരുന്നു. അല്ല എമ്മിയാണ് ഗൈസ്. അടി എന്നുള്ള മണ്ണൊക്കെ ഇങ്ങനെ എടുക്കണം. ഇതുണ്ടോ ഗൈസ്? ഇത് ഇങ്ങനെ നമുക്കൊക്കെ അങ്ങനെ മിക്സ് എടുക്കാം. നല്ല പണിയാണ് നമ്മുടെ ഈ മിക്സിങ്. ഞാനിപ്പോ അപ്പൊ ഗൈസ് നമുക്ക് കുഴക്കാം. അത് നമ്മുടെ മണ്ണ് നമ്മൾ നന്നായിട്ട് അടിയിലിട്ട മണ്ണൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്നത് നമ്മൾ ആക്കിയെടുക്കുവാണ്. അങ്ങനെ ഗൈസ്, നമ്മുടെ മണ്ണൊക്കെ നമ്മൾ നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അടുത്ത് കാണിച്ചു തരാം. പാലിമാക്കി ജോസിനെ പോലെ തന്നെയാണ് ഗൈസ് ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ മണ്ണൊക്കെ നല്ല സെറ്റപ്പ് ആണ്. ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചു തരാം.
നോക്കി ഗൈസ് നമ്മുടെ മണ്ണൊക്കെ കുഴച്ച് കഴിഞ്ഞപ്പോൾ നോക്കി ഇതാണ് നമ്മുടെ മണ്ണിൻ്റെ വരും. നോക്കി സാധാരണ നിങ്ങൾ മണ്ണെടുത്തിരുന്നേക്കാൾ നോക്കി ഗൈസ് ഇതുപോലെ നമ്മുടെ മണ്ണ് ആയി എടുക്കാം. അപ്പോഴത്തേ നമ്മുടെ സോയിൽ മിക്സ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് മച്ചാന്മാരെ. അങ്ങനത്തെ നമ്മുടെ സോയിൽ മിക്സ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ 2 രീതിയിലുള്ള ഗ്രോ ബാഗ് മേക്കിംഗ് ആണ്. അല്ല ഗ്രോ ബാഗ് മേക്കിംഗ് അല്ല, ഗ്രോ ബാഗ് നിറയ്ക്കലാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോഴത്തേ ഞാനാണ് മെയിനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് 2 രീതിയിലുള്ള കാണിക്കാൻ പോകുന്നത്. പക്ഷെ 2 പേരും 2 ഗ്രോ ബാഗ് നിറയ്ക്കലും വരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആരുടെ ഗ്രോ ബാഗ് നിറയ്ക്കണം എന്ന് നമുക്ക് സ്റ്റോൺ പേപ്പർ ഇട്ട് കളിച്ച് നോക്കാം മച്ചന്മാരെ. അപ്പോൾ ഞങ്ങൾ സ്റ്റോൺ പേപ്പർ ഇടാൻ പോവാണ്. ആർക്കാണ് എന്നെ കിട്ടും നോക്കാം. അപ്പോൾ ജോസൂട്ടിക്കാണ് നമ്മുടെ ഒന്നാമത്തെ ഗ്രോ ബാഗ് നിറയ്ക്കൽ, അല്ല ഒന്നാമത്തെ ടൈപ്പ് ഗ്രോ ബാഗ് നിറയ്ക്കൽ. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഗ്രോ ബാഗ് നിറയ്ക്കൽ ഞാനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ആർക്കാണ് നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റോൺ പേപ്പർ സീസർ. അപ്പോൾ ഞാൻ നോക്കിയിരിക്കുന്ന ആദ്യം തന്നെ നമ്മുടെ ജോസൂട്ടി ഒന്നാമത്തെ രീതിയിലുള്ള ഒന്നാമതാണ് ജോസൂട്ടി നമ്മൾ നിറയ്ക്കാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ജോസൂട്ടി നമ്മൾ ഇന്ന് ഏത് തരം ഗ്രോ ബാഗ് നിറയ്ക്കലാണ് കാണിക്കാൻ പോകുന്നത് മച്ചന്മാരെ? അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കൽ തുടങ്ങുവാണ്. അപ്പോൾ ആദ്യത്തത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ അനിയനാണ്. അല്ലെങ്കിൽ ആദ്യത്തെ ടൈപ്പ് ഗ്രോ ബാഗ് നിറയ്ക്കൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ അനിയനാണ്. അപ്പോൾ ഞാനും വീട്ടിലുണ്ട്. പക്ഷെ അവനായിരിക്കും നിങ്ങളത് എങ്ങനെയാണ് ഈ ഗ്രോ ബാഗ് നിറയ്ക്കേണ്ടതെന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ജോസൂട്ടിനെ നമ്മുടെ ഫസ്റ്റ് ഗ്രോ ബാഗ് നിറയ്ക്കലിലേക്ക് ക്ഷണിക്കാം. ലെയറായിട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ നിറയ്ക്കൽ എന്ന് പറയുന്നത് നമ്മൾ ലെയർ നിറയ്ക്കലാണ്, അല്ലെങ്കിൽ ലെയർ ആയിട്ടുള്ള നിറയ്ക്കലാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ഗ്രോ ബാഗ് എടുത്ത് നമുക്കിവിടെ വെക്കാം. അപ്പോൾ നമ്മുടെ 25 രൂപയുടെ ഇങ്ങനത്തെ ഒരു ഗ്രോ ബാഗാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഗ്രോ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതിനകത്ത് ആദ്യം എന്താണ് ഇടുന്നത് ചോദിച്ചു. ആദ്യം എന്താണ് എൻ്റെ ഉള്ളിൽ ഇടുന്നത്? കല്ല്. ഓക്കെ. അപ്പോൾ ആദ്യം ജോസ് പറഞ്ഞിരുന്നത് വെള്ളമൊക്കെ വന്നിട്ട് കറക്റ്റായിട്ട് പോകാൻ വേണ്ടി കല്ലിടണമെന്നാണ്. അപ്പോൾ അതേ അവൻ കല്ലെടുത്തുണ്ട്. അപ്പോൾ ആദ്യം നേരത്തെ നമ്മളത് ഫസ്റ്റ് ലെവലിൽ ഇങ്ങനെ ഗ്രോ ബാഗ് നമ്മളിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ നിറയ്ക്കാൻ പാകത്തിന് ആക്കി എടുത്തതിന് ശേഷം ആദ്യം തന്നെ ജോസ് പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ അടിയിൽ ഫസ്റ്റ് ലെവലിൽ ഇവൻ പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ അടിയിൽ നമ്മൾ കല്ലിടുന്നതാണ്. നമ്മൾ കല്ലിടാൻ പോവാണ്. കുറേ ഉരുളൻ കല്ലാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ വീഡിയോ കുറച്ച് അടുത്തേക്ക് വെച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ജോസൂട്ടി നിറയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കല്ലിട്ടിട്ടുണ്ട്. അതേ നോക്കി നമ്മുടെ കല്ലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് എന്താണ് ജോസൂട്ടി നിറയ്ക്കാൻ പോകുന്നത്? കരിയില. ഓക്കെ. അപ്പോൾ ആകുമ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കരിയില നിറയ്ക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ ആദ്യത്തെ ലെയർ കരിയില ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ അതിനകത്ത് തന്നെ ഇടാൻ പോകുന്നത് അടുത്ത ലെയർ മണ്ണ്. ഓക്കെ. മണ്ണല്ല, നമ്മൾ മിക്സ് ആകുമ്പോൾ അടുത്ത ഇടാൻ പോകുന്നത്. ജോസൂട്ടി നമ്മുടെ മണ്ണ് നിറച്ചോ? അപ്പോൾ ഇത് നമ്മൾ കരിയില കാണാത്തത് നമ്മൾ ജോസൂട്ടി അടുത്ത ലെയറിൽ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി അടുത്ത ലെയറിൽ എന്താണ് ജോസൂട്ടി നിറയ്ക്കേണ്ടത്? കരിയില. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത ലെയറിൽ നമ്മുടെ കരിയില നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ജോസൂട്ടി പറഞ്ഞേക്കുന്നത് മണ്ണ് കരിയില എങ്ങനെയാണ് നമ്മുടെ ഈ നിറക്കേണ്ടതെന്നാണ്. അപ്പോൾ അങ്ങനെ നിറയ്ക്കുവാണ്. നമ്മൾ അടുത്ത ലെയറിൽ നമ്മുടെ കരിയിലാണ് ഇടുന്നത്. അതേ ആദ്യം നമ്മൾ കല്ല് വെച്ചു, അതിനുശേഷം നമ്മൾ കരിയിലിട്ടു, അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടെ കരിയിലിട്ടു, അതിനുശേഷം നമ്മൾ വീണ്ടും മണ്ണിട്ടു. ജോസൂട്ടി ഇനി കുറച്ചുകൂടെ കൂടുതൽ കരിയിലിട്ടോളൂ. നമ്മുടെ കുറച്ചും കൂടെ മണ്ണിട്ടു. നെക്സ്റ്റ് ലെവൽ അപ്പോൾ നമ്മൾ ജോസൂട്ടി വീണ്ടും കരിയിലിട്ടുണ്ട്. ഓക്കെ. കുറച്ചും കൂടെ കരിയില പോട്ടോ. ഓക്കെ. ഇത്ര കരിയില മതി. നമുക്ക് അടുത്ത ലെവലിൽ മണ്ണിടുക. നമ്മുടെ പണിയൊക്കെ നമ്മൾ പെട്ടെന്ന് കൊടുത്താണ് നടക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് ലെവലിൽ മണ്ണ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മണ്ണ് നമ്മുടെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കരിയില ഇടലാണ് നമ്മുടെ അടുത്ത പരിപാടി. ജോസൂട്ടി കരിയിലിട്ടോളാം. നമ്മുടെ ലാസ്റ്റ് ലെയർ കരിയിലാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പോകുന്നത്. നോക്കി നമ്മളത് ലാസ്റ്റ് ലെയർ കയ്യിലിട്ട് ഇനി നമ്മൾ നിറയുന്ന പാകത്തിന് നമ്മളെ ഗ്രോ ബാഗിൽ മണ്ണിടുക എന്നാണ് ജോസൂട്ടി പറഞ്ഞേക്കുന്നത്. അപ്പോൾ മണ്ണിങ്ങനെ കറക്റ്റ് ഇങ്ങനെ വെളുമ്പ് വരെ നമ്മൾ നിറയ്ക്കേണ്ട ആവശ്യമില്ലെന്നാണ് ജോസൂട്ടി പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അത്രയും നിറച്ചാൽ നമ്മുടെ ഗ്രോ ബാഗിൽ ചെടി നടുമ്പോൾ ചെടിക്ക് കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒത്തിരി മണ്ണ് നിറയ്ക്കേണ്ട ആവശ്യമില്ലെന്നാണ് ജോസൂട്ടി പറഞ്ഞത്. അതിന് കറക്റ്റ് കുറച്ചും കൂടെ മണ്ണ് നിറച്ചായെന്ന് പറഞ്ഞത്. മച്ചാമാരെ അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് ഫസ്റ്റ് ഗ്രോ ബാഗ് നിറയ്ക്കൽ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നോക്കി നമ്മുടെ ഗ്രോ ബാഗ് നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ആയിട്ട് നോക്കി. നമ്മുടെ അടി കരിയില, അതിന് മുകളിൽ മണ്ണ് കരിയില അങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ ഫസ്റ്റ് ഫോർമാറ്റ് പിടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗ്രോ ബാഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗ് മാറ്റി വെക്കാം. മച്ചന്മാരെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിനുള്ളിലേക്ക് നിറയ്ക്കാൻ പോകുന്നത് നമ്മുടെ മെറ്റലാണ്. ഇതുണ്ടോ? ഇത് കൂടുതൽ മെറ്റലാണ്. ജോസൂട്ടി കുറച്ചുകൂടെ വലിയ മെറ്റലാണ് നിറച്ചത്, അല്ല കുറച്ചുകൂടെ വലിയ കല്ലാണ് നിറച്ചത്. നമ്മളിതേ ചെറിയ കല്ലാണ് നിറയ്ക്കുന്നത്. അതുപോലെ തന്നെ ഈ രണ്ടാമതായിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ കരികലയാണ് ഇതിനകത്ത് കൂടുതൽ. അത് പറഞ്ഞാൽ മണ്ണ് കുറവാണ്. നമുക്ക് മണ്ണിന് കുറേ ആവശ്യമില്ല. അതുകൊണ്ടാണ് പറ്റയിൽ കുറേ മണ്ണ് യൂസ് ചെയ്തെടുത്ത് ഫസ്റ്റ് ലെയർ നമ്മുടെ കല്ലിട്ടു. അതിനുശേഷം നമ്മുടെ ഇപ്പോൾ നമ്മൾ കരിയിലിട്ടുകൊണ്ടിരിക്കുകയാണ്. കരിയില നല്ല രീതിക്ക് നമുക്ക് കരിയിലിട്ട് കൊടുക്കാം. ഓക്കെ. നമ്മൾ കരിയിലിട്ട് കഴിഞ്ഞു. അപ്പോൾ വെച്ചാൽ ഇനിയാണ് ഇതിൽ ഏറ്റവും രസകരമായ നമ്മുടെ
എന്നാ കാര്യം വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ഇതുവരെയായിട്ടും എന്ന് പറഞ്ഞാൽ ഒരു 80% ആൾക്കാർ ഇത് കൂടി നടക്കാൻ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സാധനം പുറത്തേക്ക് എടുക്കാൻ പോവാണ് മച്ചാന്മാരെ. ഞാൻ ഇതാണ് സാധനം, ഒരു കുഴലാണ്. നോക്കി, ഇത്രയും വലിപ്പമുള്ള ഒരു PVC പൈപ്പാണ്. നമ്മളിത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മുടെ ഈ കുഴലെടുത്ത് വെക്കുന്നത് താഴെ ഞാൻ എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മുടെ കുഴൽ നമ്മളിതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ചുറ്റും മുഴുവൻ നമുക്ക് കയ്യിൽ ഇറക്കണം മച്ചാന്മാരെ. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ സൈഡിലല്ല, ഈ കുഴൽ വെച്ചതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് നന്നായിട്ട് നമ്മുടെ കയ്യിൽ അങ്ങോട്ട് നിറച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നമ്മൾ കരിയിലിടുന്നുണ്ട്. നമ്മുടെ മണ്ണ് ഈ കുഴലിലൂടെ ഇതിൻ്റെ ഉള്ളിലേക്കുള്ളതാണ്. അപ്പോൾ നമ്മുടെ മണ്ണ് എടുത്തുകൊണ്ടാ, ഇതാണ് നമ്മുടെ മണ്ണ്. അപ്പോൾ നമ്മുടെ മണ്ണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ കുഴലിൻ്റെ ഉള്ളിലേക്ക് എടുത്തിടാൻ പോവാണ്. നമ്മുടെ മണ്ണാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ഉള്ളിലേക്ക് ഫാസ്റ്റ് അടിച്ച് കാണിച്ചു തന്നേന്നാണ് മച്ചന്മാരെ. അപ്പോൾ നമ്മുടെ കുഴലിൽ നമ്മൾ പൊക്കാൻ പോകണം. ഈ കുഴലിന് ഇവിടം വരെ നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട്. നമ്മുടെ കുഴലിൽ നമ്മൾ അങ്ങ് പൊക്കാൻ പോവാം. കുഴൽ പൊക്കിയിട്ടുണ്ട്. നോക്കി ഗൈസ്, നമ്മുടെ കരികല ഇങ്ങനെ സൈഡിലും ഇരിക്കും. കുറച്ചുകൂടെ മണ്ണിടാം, നമ്മൾ തീർന്നു പോയതുകൊണ്ടാണ്. നമുക്ക് കുറച്ചുകൂടെ മണ്ണിടാം ഗൈസ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ മണ്ണിടണം. അപ്പോൾ നോക്കി ഗൈസ്, ഇതിൻ്റെ നടുക്ക് മാത്രം നമുക്ക് ചെടി നടാവുന്ന പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കി സ്ഥലങ്ങളൊക്കെ അതുപോലെ ഉണ്ട്. അതേ കുറച്ചുകൂടെ മണ്ണിടണമായിരുന്നു, എനിക്കിപ്പോൾ മണ്ണില്ലാത്തതുകൊണ്ട് കയ്യിൽ. അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് മച്ചന്മാര്. അങ്ങനെ നമ്മൾ 2 ഗ്രോബായി നമ്മൾ നിറച്ചിട്ടുണ്ട്. 2 രീതിയിലുള്ള ഗ്രോബായി നിറക്കലാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുക. ഇത് ലെയർ ആയിട്ടുള്ള ഗ്രോബായി നിറയ്ക്കും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ നടുക്ക് പില്ലർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സാധനം ഇട്ടിട്ട് 2 സൈഡിലും ഇങ്ങനെ കരിയിലിട്ട് നിറച്ചു വരുന്നു. അപ്പോൾ ഈ 2 രീതിയിലുള്ള ഗ്രോബായി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പച്ചക്കറികൾക്ക് ഏതാണ് സൂട്ടബിൾ എന്ന് നോക്കിയിട്ട് അത് കൊടുക്കുക. അപ്പോൾ മച്ചന്മാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയിൽ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ മച്ചന്മാരെ, ഈ ടിപ്പ് അല്ലെങ്കിൽ ഈ നിറയ്ക്കൽ മാക്സിമം ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ അതുപോലെ തന്നെ കൃഷി കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കൃഷി വീഡിയോസും പ്ലാസ്റ്റിക് കുപ്പി വെച്ചുള്ള അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മച്ചന്മാരെ, പ്ലാസ്റ്റിക് കുപ്പി വെച്ചുള്ള വീഡിയോ ഇതിൻ്റെ തലയിലുണ്ട്, അതെല്ലാവരും കയറി കാണുക. അപ്പോൾ മച്ചന്മാരെ, പുതിയ വീഡിയോ കാണാൻ പ്രതീക്ഷയിൽ നിർത്തുന്നു. ബൈ.